പത്മജ വിഷയത്തിൽ ഊളപ്രസ്താവനയുമായി ചുണ്ണിക്കുട്ടൻ. പറയുവാൻ കയ്യിൽ ഒരു പുണ്ണാക്കും ഇല്ലാതെ വരുമ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുക എന്ന് പറയുന്നത് പോലെയാണ് പദവി കൊണ്ട് പ്രതിപക്ഷ നേതാവെങ്കിലും പ്രവൃത്തി കൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന വി ഡി സതീശന്റെ ചില വാക്കുകൾ. പത്മജ വേണുഗോപാൽ BJP-യിൽ ചേർന്നതിന്റെ പിന്നിൽ CPM-ന് പങ്കുണ്ടെന്ന് ആവർത്തിക്കുകയാണ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള വിരമിച്ച IPS ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലെന്ന് സതീശൻ പറഞ്ഞു കളഞ്ഞു. വിരമിച്ച ശേഷവും കേരളത്തിൽ സുപ്രധാന പദവി വഹിക്കുന്ന അദ്ദേഹമാണ് പത്മജയുടെ BJP പ്രവേശനത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. പറയുവാൻ ഉറപ്പില്ലാത്തത് കൊണ്ട് ആ കക്ഷി ബെഹ്റയാണെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞില്ല. സതീശ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ കുടുംബനാഥനായിരിക്കുന്ന വീട്ടിൽ നിന്നും നിങ്ങളുടെ അടുക്കളയിൽ നിന്നും ഒരു പെണ്ണ് സ്വമേധയാ അല്ല അയൽപക്കത്തുള്ള റിട്ടയർഡ് പോലീസുകാരൻ ഇടലിൽ നിന്ന് ഉശിരുള്ള ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ അത് ആരുടെ കുഴപ്പമാണ്? അത് നിങ്ങളുടെ ബലഹീനതയാണ് എന്ന് മനസ്സിലാക്കാതെ അടുത്ത വീട്ടിലുള്ളവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? വീട്ടിലുള്ള സ്ത്രീക്ക് അവൾക്ക് എന്തു വേണം എന്ന് അറിഞ്ഞു നൽകുകയും അല്ല അല്പം കുറവ് വലുതുമുണ്ടെങ്കിൽ പോലും അവളെ അടക്കി നിർത്തുവാൻ പ്രാപ്തിയുള്ളവനല്ലേ യഥാർത്ഥ കുടുംബനാഥൻ. അല്ലെങ്കിൽ അവൾ ഇറങ്ങിപ്പോയി കൊള്ളാവുന്നവൻ്റെ കൂടെ ജീവിക്കുന്നത് കാണേണ്ടി വരും. പിന്നെ പിച്ചും പേയും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ പത്മജയുടെ കയ്യിൽ നിന്നും 22 ലക്ഷം രൂപ വാങ്ങി പറ്റിച്ചു എന്നിട്ട് പ്രിയങ്കയുടെ അടുത്ത് പോലും ഇവർ ഇരുത്തിയില്ല എന്ന് അവർ ഇന്ന് വിളിച്ചു പറയുമ്പോൾ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അന്നം കൊടുക്കാതിരിക്കുക മാത്രമല്ല അവരുടെ അരിഞ്ഞാണം വരെ അടിച്ചുകൊണ്ട് പോകുന്ന മോന്മാരാണ് നിങ്ങളെന്നാണ് അവർ പരസ്യമായി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഞാൻ ഇന്നലെയും ശ്രീമതി പത്മജ വേണുഗോപാൽ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇത് കേരളത്തിലെ CPM-ന് പങ്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു റിട്ടയേർഡ് IPS ഓഫീസർ, ഇപ്പോഴും അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആണ് BJP-യുമായിട്ടുള്ള ഇതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. കാരണം ഇങ്ങനെ ഒരാൾ അപ്പോൾ തന്നെ ഇന്നലെ ഏറ്റവും സന്തോഷം ഇന്നലെ CPM നേതാക്കന്മാർക്കായിരുന്നു. കാരണം ഒരു കോൺഗ്രസ് നേതാവ് BJP-യിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ആഹ്ലാദം. കാരണം അത് കോൺഗ്രസിനെ മാനസികമായി കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ വിഷമമുണ്ടാക്കും, അത് ഞങ്ങളെ ദുർബലപ്പെടുത്തും എന്നൊക്കെയുള്ളൊരു കണക്കുകൂട്ടലാണ്. അത് ഞാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് പറയുന്നത്, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങളതിൻ്റെ മറുപടി, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കത് ബോധ്യമുണ്ടാവും. കറക്റ്റായിട്ട് ആരാണ് സംഘപരിവാറായിട്ട് പോരാടുന്നത് എന്ന് കൃത്യമായി ബോധ്യമാവും. ആരാണ് സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവും. ഇനി എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ റിസൾട്ട് വരുമ്പോൾ അത് പൂർണ്ണമായി ബോധ്യമാവും. അല്ല, ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ഡൽഹിയുമായിട്ട് ചില ബന്ധങ്ങളുണ്ടല്ലോ, സംഘപരിവാറുമായിട്ട് ചില ഇടനിലക്കാരുണ്ട് അദ്ദേഹത്തിൽ. അതിലൊരു ഇടനിലക്കാരനാണ് ഞാൻ ഈ പറഞ്ഞ ആൾ. അദ്ദേഹമാണ് ഇടപെട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ വിരോധമൊന്നുമില്ല. അല്ലല്ല, നമ്മളിത് പോകുമ്പോഴല്ലേ നമ്മൾ അറിയണം. അതിന് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ ആര് പോകുന്നത്. ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു, അവർക്ക് പരാതി പറയാനുള്ള ഒരു അവസരവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പരാതി പറയാൻ സാധാരണയിൽ കവിഞ്ഞ അനർഹമായി അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. എത്രയോ വനിതാ കോൺഗ്രസ് നേതാക്കൾ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ എത്രയോ കഷ്ടപ്പെട്ട് കേരളം മുഴുവൻ ഓടി നടക്കുന്ന അവരോട് പോലും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത നീതി ഇവരോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും ഒരു കാരണം അത് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ ഒരു മൂത്ത സഹോദരിയെ പോലെയാണ്. കാരണം വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, കരുണാകരൻ്റെ മകളാണെന്നുള്ള ഒരു പ്രത്യേകത, ഒരു പ്രിവിലേജ് അവർക്ക് എപ്പോഴും കൊടുത്തിരുന്നു. അവരെന്ത് പറയാനും നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. മനസ്സിലായി? ഇത് ഞങ്ങൾക്ക് കൂടി ചില അനുഭവ പാഠങ്ങളാണ്. അനർഹരായവർക്ക് ഒന്നും ചെയ്തു കൊടുക്കരുത് എന്നും കൂടി. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്യാവശ്യം നന്നായി കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ പറഞ്ഞ് കുളമാക്കല്ലേ ചതിച്ച. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.